ഞങ്ങൾ ആവശ്യത്തിന് നീതി വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് വിമനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ്. ധ്യാൻ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, സ്ത്രീയും പുരുഷനും തുല്യനിധിയാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ ജുഡീഷ്യറി സ്ത്രീക്കും പുരുഷനും തുല്യനിധിയാണോ കൊടുക്കുന്നത്? എന്താണ് ചേട്ടാ ചോദ്യത്തിന് സ്കിപ്പായിരുന്നു. എന്താണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ വേണ്ടത്? എന്താണ് ധ്യാൻ ചേട്ടൻ ഇതെല്ലാം പ്രതീക്ഷിച്ചത്? ആവശ്യത്തിന് നീതി വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും മെന്നിനെ കൂടി കുറച്ചുകൂടി കൺസിഡർ ചെയ്യണം. ഇപ്പോഴത്തെ ജുഡീഷ്യൽ സിസ്റ്റം കംപ്ലീറ്റ് വിമനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഫാമിലി കോർട്ട് വരുമ്പോൾ, അഡ്വേഴ്സ്ഡ് ആയിട്ട് പറയാം, ഫാമിലി കോർട്ടിന്റെ കേസസ് വരുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് പ്രിഫറൻസസ് കൊടുക്കുന്ന ഒരു മേഖലയാണത്. അത് തിരുത്തി കുറിക്കേണ്ട സമയമായി. ഓൾ കേരള മെൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. അധികാരിയോട് പറയേണ്ടത് ഇത് കണ്ട പ്രേക്ഷകരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനുകാലികമായ ഒരു സബ്ജക്റ്റിനെ ഒരു സിനിമയാക്കി അതിനെ മാക്സിമം അതിനുവേണ്ടി എഫേർട്ട് എടുത്തു. ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നായാലും ശരി, മക്കളെ എല്ലാ വിഭാഗത്തിൽ നിന്നും ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തോടെ പ്രേക്ഷകർ ഈ സിനിമ കാണണം. അല്ലേ, ഫാമിലീസ് കാണണം ഈ സിനിമ. മാലാഖനെ ഏറ്റെടുക്കണം. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള മാലാഖമാർ വരും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ മച്ചാനും മാലാഖിനെയും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസമുണ്ട്. മാലാഖിക്കുന്നതിന് പറയാനുള്ളത് നമുക്ക് നമ്മളുടെ ചുറ്റിനും കാണാൻ പറ്റുന്ന കല പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെയാണ് എല്ലാവരും സിനിമ കാണാൻ വരിക. തോന്നിട്ടെല്ലാം പത്ത് കഴിഞ്ഞു. നാടൻ വേഷത്തിന് കുറേ നാളായില്ലേ നമുക്ക് ഇതിനകത്തൊരു പക്വത വന്ന ഒരു ക്യാരക്ടറുമാണ്. വൈഫാണ്. കൂടി പോയിട്ടുണ്ടെങ്കിലും ഒരു വൈഫിന്റെ ക്യാരക്ടർ ആദ്യമായി കാണുന്നത്. പുരുഷന്മാർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിച്ചത്. ആക്ച്വലി ഞാൻ സംസാരിച്ചത് ഒരേപോലെയാണ്. നമ്മൾ മനുഷ്യരാണായാലും പെണ്ണായാലും തുല്യത എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആരും നമ്മൾ ഒരു പ്രത്യേക ഒരു വിഭാഗത്തിലേക്ക് ആരെയും മാറ്റണ്ട. നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആണായാലും പെണ്ണായാലും നമ്മളെല്ലാ വിചാരങ്ങളോടും കൂടി ജീവിക്കുന്നവരാണ്. അവരെ രണ്ട് തട്ടായിട്ട് മാറ്റേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മാറ്റർ ഈ സിനിമയിൽ പറയും. താങ്ക് യു. ഉണ്ടോ പോകട്ടെ വിളിച്ചു. അബാമിന്റെ ഞാൻ പോകുന്നു. അഭിനയിക്കുന്നു. പ്ലോട്ട് നീ എനിക്ക് പിന്നെ പറഞ്ഞു. അല്ല, പടം കണ്ടില്ലേ? ഇപ്പൊ കണ്ടിടത്തോളം ഫാമിലി തന്നെ ആവണമെന്നില്ല. തിരിച്ചു വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് സെറ്റ് ചെയ്യുന്നതിൽ അതുപോലെ ഇതിലെ ലേഡി ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്തത് നമ്മൾ കണ്ടപ്പോഴാണെങ്കിൽ? അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റെഗുലർലി മൂവീസിൽ അങ്ങനെ കാണാറില്ലല്ലോ. പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്നു അങ്ങനെയാണല്ലോ എപ്പോഴും പറയാറ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് ആ മെയിൽ സൈഡിലുള്ള കഷ്ടപ്പാട് എന്നുള്ളതാണ് ഈ മൂവി പറഞ്ഞത്. നല്ല രസമുണ്ട് കാണാൻ. എന്തൊക്കെയാണ് പുള്ളിയുടെ കഷ്ടപ്പാടുകൾ, ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവും. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. എനിക്കൊന്ന് കപ്പിൾസിൽ ഒരുമിച്ച് പോയി കഴിഞ്ഞാലും അവർക്ക് രസമായിട്ട് കാണാം. ഓക്കെ. നമിതപ്പുറമുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ കൊള്ളാം. നമിതയെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ധ്യാൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള റോളാണ്. കുഴപ്പമില്ലാതെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ച് ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഗോവിന്ദ് സാറിൻ്റെ ഡയറക്ഷൻ കൊള്ളാം.
വർക്ക് ചെയ്തേക്കുന്ന കോ ആർട്ടിസ്റ്റുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ സിനിമകളുണ്ടായിട്ടുണ്ട്. ഭാര്യയായിട്ടും രണ്ടുപേരുന്ന ഭർത്താക്കന്മാരുടെ സ്റ്റോറി നമ്മൾ കുറേ സിനിമകൾ കണ്ട് അമ്മമ്മയന്മാരുടെ അല്ലെങ്കിൽ ഭാര്യ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അങ്ങനത്തെ ഒരു സിനിമയാണത്. നല്ല മൂവിയാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് തോന്നുന്ന ക്യാരക്ടർ കുറച്ചുകൂടെ നന്നായിരുന്നു. ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ വലിയൊരു റോളായിട്ടല്ല, പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു അങ്ങനെ അതായത് രൂപതയിലല്ല പറയുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ഈ ഭാര്യമാരെ വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ചെറിയ കോമഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ അങ്ങനെ ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമ എന്നുള്ളതല്ല. സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല. സോങ്സ് പറയാൻ സോങ്സ് നല്ല സോങ്സ് അതൊരു നോർമലി ഒരു സിനിമയാണ്. സോങ്സ് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല മൂവി. മൊത്തത്തിലൊരു ഫീൽ ഗുഡ് സാധനമാണെന്ന് പറയാം.